പോലീസുകാരെ വെട്ടിയ കേസിലെ പ്രതി വലിയ പറമ്പ് തടത്തിൽ കോളനിക്ക് സമീപം താമസിക്കുന്ന അർഷദിനെ താമസ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വയനാട് കൽപ്പറ്റയിൽ നിന്നും കാർ മോഷണം പോയ കേസിൽ കൽപ്പറ്റ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. വയനാട് കൽപ്പറ്റയിൽ നിന്നും കാർ മോഷണം പോയ കേസിലാണ് കൽപ്പറ്റ പോലീസ് നേതൃത്വത്തിൽ പോലീസുകാരെ വെട്ടിയ കേസിലെ പ്രതി കാരശ്ശേരി വലിയ പറമ്പിൽ തടത്തിൽ കോളനിക്ക് സമീപം താമസിക്കുന്ന അർഷാദിനെ താമസ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസിന് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കാണാനായത്. ഒരു വാഹന പൊളിമാർക്കറ്റിനെ അനുസ്മരിപ്പിക്കും വിധം വീട്ടിൽ നിരവധി വാഹനങ്ങൾ പൊളിച്ചിട്ട നിലയിലായിരുന്നു. കൽപ്പറ്റ SI വിമൽ ചന്ദ്രൻ്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11 അർഷദിനെ അന്വേഷിച്ചെത്തിയ വയനാട് SPയുടെ സ്ക്വാഡ് അംഗങ്ങളായ CPOമാരായ ഷാലു, നൌഫൽ എന്നിവരെ അർഷാദും മാതാവും ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് മുക്കം പോലീസ് പിടികൂടിയ പ്രതികളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് പോലീസ് അർഷദിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കസ്റ്റഡി കാലാവധി ചൊവ്വാഴ്ച അവസാനിക്കും. ഈ മാസം 4 വയനാട്ടിൽ നിന്നും മോഷണം പോയ കാറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിയ സംഘത്തിനാണ് വെട്ടേറ്റിരുന്നത്. CCTV ഫുട്ടേജിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് മോഷണം പോയ കാർ പ്രതികളുടെ വീട്ടിൽ കണ്ടെത്തുകയും അർഷദിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ അർഷദും ഉമ്മയും ചേർന്ന് പോലീസുകാരെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.